ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസത്തെ ഗ്യാപ്പോട് കൂടെയാണ് ഞാനിവിടെ വരുന്നത്. കുറച്ച് ബിസി ആയിപ്പോയി. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. മോളുടെ ബർത്ത്ഡേ ആണ്, മാർച്ച് 29. അതിൻ്റെ തയ്യാറെടുപ്പിലൊക്കെയാണ്. വീടിൻ്റെ മുക്കും മൂലയും പോയി ഒന്ന് സെർച്ച് ചെയ്തു, ഏത് ചുമരിൽ വെച്ചാലാണ്, ഏത് ചുമരിലാണ് ഭംഗിയായിരിക്കുക എന്നുള്ളത്. എന്തായാലും ഞാൻ ലാസ്റ്റ് ഈ ഒരു ചുമര് തിരഞ്ഞെടുത്തു. ഓൾറെഡി അവിടെ ഞാൻ കോഫി എന്നും പറഞ്ഞ ഒരു ഡ്രോയിങ് ഒക്കെ അവിടെ ഉണ്ട്. സാരമില്ല, അതിനിപ്പം എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല. അവിടെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഞാനൊരു തുണി തപ്പിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ശരി, എന്നാൽ ബെഡ്ഷീറ്റ് എടുത്തു. നല്ല ഡെക്കറേറ്റ് ആക്കി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. താഴെ കുറച്ച് മണ്ണും പൊടിയൊക്കെ തോന്നി. കാരണം ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ, അതായത് നമ്മളുടെ നെക്സ്റ്റ് പ്ലോട്ടിൽ ജോലി നടക്കുന്നുണ്ട്. പൊടിയാണ്, നല്ല മണ്ണും പൊടിയും ഒക്കെ വരുന്നുണ്ട് വീട്ടിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ ആമസോണിൽ നിന്ന് ഈ ബലൂണ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ വായി വെച്ചിട്ട് ചെയ്ത് അവസാനം ശ്വാസം കിട്ടാനുള്ള രീതിയിലൊക്കെ പല പ്രാവശ്യം എൻ്റെ കണ്ടീഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ബലൂണൊക്കെ അല്ലേ കെമിക്കൽസൊക്കെ ആയിരിക്കും, അതൊക്കെ നമ്മളെ വായിലൊക്കെ ഇട്ട് ചെയ്യണ്ട എന്നുള്ളൊരിത് ഇപ്പം ഒരു പുതിയ ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്തായാലും അതൊന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും അതിൽ ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് വെച്ച് പെട്ടെന്ന് ബലൂണൊക്കെ വീർപ്പിച്ച് എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഭയങ്കര ചെക്കിങ് നടക്കുന്നുണ്ട്. കാരണം ഇവിടെയാണോ അതാണോ ഇതാണോ ഏത് സൈഡാണ് ഒക്കെ ഞാൻ ഒന്നും കൂടെ നോക്കുന്നുണ്ട്. പക്ഷേ ഏകദേശം എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ബലൂണ് എടുത്ത് ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എന്തായാലും റെഡ് കളർ ബലൂണാണ് ഇപ്രാവശ്യം വാങ്ങിയത്. അവളുടെ റെഡ് കളർ ബലൂണിനനുസരിച്ചിട്ടാണ് അവൾക്കും ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ മുന്നേയൊക്കെ ബ്ലൂ കളറും ഗ്രീൻ കളറൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. ഓരോ അവസരം വരുമ്പോൾ നമ്മൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കുക. അപ്പം ഇപ്രാവശ്യം ഈ ബലൂണ് ഒരേ കളർ മാത്രമാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പരീക്ഷണം, അത്രേ ഉള്ളൂ. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ കുട്ടികൾക്കും അതൊരു സന്തോഷം. കുട്ടികൾ ഓരോ വർഷത്തെ ബർത്ത്ഡേ കഴിയുമ്പോൾ അവരൊക്കെ വളർന്നു വരികയാണ്, നമ്മൾ പോലും അറിയാതെ. അപ്പം എന്തായാലും ഇത് നല്ല സംഭവം, സൂപ്പറാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീട്ടിലൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇതുപോലൊരു സംഭവം അടിച്ചു വെക്കുക. ആമസോണിലുണ്ട്. ബലൂൺ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. നല്ല രസമാണ് കാണാനും, അതേപോലെ ഇതുപോലെ ചെയ്തെടുക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബലൂണുകളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് വച്ചതിന്, കാരണം ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീർപ്പിക്കുന്നതിനനുസരിച്ച് ബലൂണ് പൊട്ടി പോവും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് ഞാൻ ആദ്യം കഴിഞ്ഞ വർഷം ഉള്ളത് ഞാൻ സൂക്ഷിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഗോൾഡൻ കളറാണ്. അതുകൊണ്ട് ഇപ്പം ഇച്ചിരി മങ്ങൽ പോലെ തോന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമരിൽ വയ്ക്കുമ്പം കുറച്ച് അത്ര കളറായിട്ട്, പക്ഷേ എന്തായാലും ഇത് തന്നെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഡൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറയിലും അത്ര ക്ലിയർ അല്ല. എന്തായാലും ഞാനതൊരു ഫിക്സ് ചെയ്യാണ്. അത് ഫിക്സ് ചെയ്ത ശേഷം എനിക്ക് കോഫി എന്നെഴുതിയതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഓക്കെയാണ്. എന്തായാലും എൻ്റെ മനസ്സിൽ ഇവിടെ തന്നെയാണെന്നുള്ളൊരു സെറ്റായി കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്റമില്ല. അങ്ങനെ ബലൂണുകളെല്ലാം ഓരോന്ന് വീർപ്പിച്ച് ഞാൻ ഫിക്സ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ മക്കൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അത് എന്താ പറയുക, ഒറ്റയ്ക്കൊക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അത് പിന്നീട് കാണുമ്പോൾ അയ്യോ ഇത്രയൊക്കെ ഞാൻ ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷം ഭയങ്കരമാണ്. അങ്ങനെ ഓരോന്ന് ആക്കുന്നതിനനുസരിച്ച് ബലൂണ് പൊട്ടി എന്നാലും ഞാൻ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. കുറേ ബലൂണ് പൊട്ടി കേട്ടോ. ചിലപ്പോൾ അത് ക്വാളിറ്റി അത്ര കൊള്ളില്ലായിരിക്കും, എന്താ അറിയില്ല. പൊട്ടുന്നൊക്കെ പൊട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം വീർപ്പിച്ച് വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സൗണ്ടോടുകൂടെയാണ് ബലൂണ് പൊട്ടുന്നത്. ബലൂണൊക്കെ ഓരോന്നായിട്ട് ഞാൻ വീർപ്പിച്ച് എടുക്കുന്നുണ്ട്. എല്ലാം എടുക്കുന്നതിൻ്റെ ഇടയിൽ പൊട്ടുന്നൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റി. കാരണം ബലൂൺ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുമായിരുന്നു. എനിക്ക് ഈ ഒരു ഡെക്കറേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ മോളും കൂടെ വന്ന് നിന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ഇത്രയും ഇയറിൽ ഞാൻ ചെയ്ത ഡെക്കറേഷനിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഇപ്രാവശ്യമായിരുന്നു. എന്തോ ഒരു ഭംഗി തോന്നി കേട്ടോ. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഞാനും ഹാപ്പിയാണ്. അപ്പോൾ മോള് റീൽസ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കി റീൽസ് അപ്ലോഡ് ചെയ്തു. അത് എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ അവൾ പെട്ടെന്ന് ചെയ്യും, എനിക്കാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അവളത് അതിൻ്റെ ഇടയിൽ റീൽസ് എല്ലാം ചെയ്ത് തീർത്ത് അവൾ റെഡിയായി. പിന്നെ അവളുടെ അച്ഛനെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ കേക്ക് കൊണ്ടുവന്നത് തുറന്ന് നോക്കിയിട്ടില്ല, അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ കേക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു ബലൂൺ പൊട്ടി. ഞാൻ പേടിച്ചു പോയി. ബലൂൺ ഇങ്ങനെ പൊട്ടി. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ ഞാൻ. കാരണം ഇനിയിപ്പോൾ അവസാനം കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ബലൂണുകളൊക്കെ കാണുമെന്നറിയില്ല. ഓരോന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പൊട്ടുന്നുണ്ട്. വിഷുവിനൊക്കെ പടകം പൊട്ടിക്കുന്ന മാതിരി നമ്മൾ ഒരാഘോഷത്തിന് പടകം പൊട്ടുന്ന മാതിരി ഉണ്ട് ഇപ്പോൾ. ബലൂണിൻ്റെ സ്ഥലത്ത് ഒന്നുകൂടെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ബലൂൺ വീർപ്പിച്ച് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് പൊട്ടുന്നതിനനുസരിച്ച് എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്ന വരെ എങ്കിലും പിടിച്ച് നിൽക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ താഴെ കുറേ ബലൂൺ എക്സ്ട്രാ നല്ല വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കേക്കൊക്കെ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഭയങ്കര സെറ്റപ്പ്. ഇപ്രാവശ്യം അമ്പത്തൂരിൽ നിന്നാണ് കേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മരത്തിൻ്റെ കത്തിയാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും രസമുണ്ട്. അപ്പോൾ ഞാനത് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ വാവ്, സൂപ്പർ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി കേക്കായിരുന്നു. ഡെക്കറേഷൻ ആണെങ്കിൽ കിടുവായിരുന്നു കേട്ടോ. നമ്മൾ വെഡ്ഡിങ് ഡേക്ക് ആയിക്കോട്ടെ, ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാളിന് ഓരോരോ കേക്ക് മേടിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഇല്ലാത്ത ഒരു പ്രത്യേകത ഇതിൽ തോന്നി. ആ ഓറഞ്ച് കളറിന് പറയുന്നത് റെഡ് ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ ചേർന്നേരെ എന്ന് വന്നു. പക്ഷേ ഓറഞ്ച് ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ രസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൽ നല്ല ചോക്ലേറ്റിൻ്റെ പീസ് മാതിരി ഒക്കെ ആയിട്ട് ഇത് രസമാണെന്നറിയോ കാണാൻ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹാപ്പി ബർത്ത്ഡേ ടു അവർ മാളൂസ്. നമ്മൾ മാളൂസിൻ്റെ പേരൊക്കെ എഴുതി ഒക്കെ അടിപൊളിയായിട്ട് ബർത്ത്ഡേ കേക്ക് റെഡി. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് അവളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവൾ അച്ഛൻ വന്നതിന് ശേഷമുള്ള കേക്ക് കട്ടിംഗ് ആണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും. ഞാൻ അവളെ കളിയാക്കിയാണ്. അവൾ വല്ലാത്തൊരു നോട്ടം നോക്കിയപ്പോൾ. ഓക്കെ, അപ്പോൾ അവൾ അച്ഛൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, അവിടെ ഇവിടെ ഒന്നും തൊടല്ലേ. കാരണം ബലൂൺ പൊട്ടിപ്പോയാൽ പിന്നെ തീർന്നു. ആ കേക്ക് കട്ട് ചെയ്യുന്നവരെങ്കിലും ആ ഡെക്കറേഷൻ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് റെഡിയായി. ഇങ്ങനെ അവൾക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ മാളൂസ്. എന്തായാലും ഭയങ്കര സന്തോഷം. ഡെക്കറേഷനും അടിപൊളിയായിരുന്നു. അതേ സെയിം കളർ തന്നെയാണ് ഞങ്ങളും ഡ്രസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കൊണ്ട് പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. എന്തായാലും സന്തോഷം. കേക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. അതൊക്കെ എങ്ങനെ വാരിക്കഴിക്കാം എന്ന് മാത്രമേ നോക്കുള്ളൂ. അവിടുന്ന് ഇവിടുന്നൊക്കെ കഷ്ണം എടുത്ത് ഒന്ന് രുചിച്ച് നോക്കുക. പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു. മാംഗോ ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അവൾ കുറച്ച് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. അവളുടെ സന്തോഷം അതങ്ങനെയൊക്കെയല്ലേ തീർക്കാൻ പറ്റും. അവൾ എന്തായാലും അതിൻ്റെ രുചിയൊക്കെ ഇഷ്ടപ്പെട്ടു. അവൾ ഒത്തിരി ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് തന്നെ കേക്ക് കഴിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് മതിയാവുന്നില്ല. എനിക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല കൂടുതൽ. പക്ഷേ എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. ഒരു ദിവസം അവളുടെ പിറന്നാളല്ലേ എന്ന് വെച്ച് ഞാൻ എന്തായാലും ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് അതിൻ്റെ ഫ്ലേവർ, ആ മാംഗോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വെരി നൈസ്.
അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ 2025 മാളൂസിൻ്റെ പിറന്നാൾ അങ്ങനെ ഇവിടെ പൂർണ്ണമാകുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മാളൂസിൻ്റെ ഫോട്ടോസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇത്രയും എന്നെക്കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് അവളുടെ ബർത്ത്ഡേ ഇത്രയും മനോഹരമാക്കാൻ സാധിച്ചു എന്നതിലുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.